റഷ്യ ഉക്രൈൻ സംഘർഷം അവസാനിപ്പിക്കാൻ ചർച്ചകൾക്ക് തയ്യാറെന്ന് അറിയിച്ച് വ്ളാഡിമിർ പുടിൻ. ക്രെംലിൻ വക്താവ് ദിമിത്രി പെസ്കോവാണ് ഇക്കാര്യം അറിയിച്ചത്. സംഘർഷം അവസാനിപ്പിക്കുന്ന വിഷയത്തിൽ റഷ്യയുടെ താൽപ്പര്യങ്ങൾ വ്യക്തമാണ്. സംഘർഷം അവസാനിപ്പിക്കാനുള്ള നീക്കങ്ങൾ ദീർഘകാല നടപടിയെന്നും ക്രെംലിൻ വക്താവ് കൂട്ടിച്ചേർത്തു. വിശദാംശങ്ങളുമായി ഐസൻ ജോസ് ചേരുകയാണ്. ഐസൻ, യുദ്ധം എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കണമെന്നുള്ള നിർദ്ദേശം അമേരിക്കയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. അതിനെ തുടർന്ന് ഒരു സമവായ നീക്കങ്ങളുണ്ടായിരുന്നു. ശുഭസൂചനയായി ഇതിനെയൊക്കെ കാണാൻ സാധിക്കുമോ? തീർച്ചയായും സുരേഷ്, ശുഭസൂചനയായി തന്നെയാണ് അതിനെ കാണേണ്ടത്. കാരണം നമുക്കറിയാവുന്നതാണ്, 50 ദിവസത്തിനകം ഈ യുദ്ധത്തിന് ഒരു ശാശ്വത സമാധാനത്തിലേക്ക് നീങ്ങണം, അല്ലെങ്കിൽ റഷ്യക്കെതിരെ ഉപരോധങ്ങൾ കൊണ്ടുവരാനുള്ള നീക്കങ്ങളുണ്ടാകുമെന്ന് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞതിന് പിന്നാലെയാണ് ഓരോരോ ഘട്ടങ്ങളായി പല നടപടിക്രമങ്ങളും മുന്നോട്ട് പോകുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്നലെ യുക്രൈൻ പ്രസിഡന്റ് വോളോഡിമിർ സെലൻസ്കിയുടെ പ്രസ്താവനയാണ്. അത് സമാധാന ചർച്ചകൾ തുടരാൻ, ഏത് രീതിയിലും സമാധാന ചർച്ചകൾ തുടരാൻ തയ്യാറാണ്, വെടിനിർത്തലാണ് മുഖ്യ ലക്ഷ്യമെന്ന് അദ്ദേഹം പറയുന്നതിന് തൊട്ട് പിന്നാലെയാണ് ചർച്ചകൾക്ക് തയ്യാറാണെന്ന് പുടിൻ്റെ ഒരു നിലപാടും പുറത്തു വന്നത്. നേരത്തെ പറഞ്ഞതുപോലെ ക്രെംലിൻ വക്താവ് ദിമിത്രി പെസ്കോവിൻ്റെ ഭാഗത്തു നിന്ന് ഈ നിലപാട് അല്പസമയം മുമ്പാണ് പുറത്തു വരികയും ചെയ്തത്. പക്ഷേ റഷ്യ തങ്ങളുടെ നിലപാട് പറയുമ്പോൾ തന്നെ തങ്ങളുടെ ലക്ഷ്യങ്ങൾ എന്താണെന്ന് കൃത്യമായി പറയുന്നുണ്ട്. നമുക്കറിയാവുന്നതാണ്, ഈ യുക്രൈൻ യുദ്ധം എന്ന് പറയുന്നത് തന്നെ യുക്രൈൻ്റെ നിയന്ത്രണത്തിലിരിക്കുന്ന എന്നാൽ റഷ്യയോട് വിധേയത്വം പുലർത്തുന്ന രണ്ട് പ്രവിശ്യകളുടെ, യുക്രൈനുമായി തെറ്റി നിൽക്കുന്ന രണ്ട് റഷ്യൻ എത്നിക് ഒറിജിനുള്ള രണ്ട് പ്രവിശ്യകളിലെ അധികാരം സംബന്ധിച്ചും നിയന്ത്രണം സംബന്ധിച്ചുമാണ്. അത്തരത്തിലുള്ള ആ സംവിധാനങ്ങൾക്കൊരു പരിഹാരം കാണുകയാണെങ്കിൽ പ്രശ്നത്തിന് പരിഹാരമാകാമെന്നൊരു നിലപാടാണ് റഷ്യയ്ക്ക് ഈ കാര്യത്തിലുള്ളത്. അതുതന്നെയാണ് നടക്കേണ്ടത് എന്ന നിലപാടുമാണ് ഇപ്പോൾ ദിമിത്രി പെസ്കോവ് അറിയിക്കുകയും ചെയ്തിരിക്കുന്നത്. തീർച്ചയായും ഒരു സമാധാന സൂചകമാണ് കാര്യങ്ങളെങ്കിൽ കൂടി കുറേ കൂടി നീണ്ടുപോകാനുള്ളൊരു സാധ്യത, അതായത് ചർച്ചകളും വെടിനിർത്തലും എല്ലാം തന്നെ ദീർഘിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. എങ്കിൽ കൂടി അതൊരു പ്രതീക്ഷ നൽകുന്നതാണ്. എന്തുതന്നെയായാലും 3 വർഷത്തിലേറെയായി തുടരുന്ന യുദ്ധം സമാധാനത്തിലേക്ക് നീങ്ങാനുള്ള സാധ്യതകൾ ഒന്നൊന്നായി തെളിയുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അതുതന്നെയാണ് രണ്ട് രാഷ്ട്ര നേതാക്കളുടെ ഭാഗത്തു നിന്ന് വരുന്ന സ്ഥിരീകരണങ്ങളിൽ നിന്നും വായിച്ചെടുക്കേണ്ടത്. സുരേഷ്, ഐസൻ ജോസാണ് വിശദാംശങ്ങൾ നൽകിയത്.